ആദ്യം JR പത്മകുമാർ പറഞ്ഞല്ലോ വലിയ മുന്നേറ്റം. ഇതിപ്പോ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം എന്നൊരു മണ്ഡലം ഉണ്ടായിരുന്നല്ലോ ലോകസഭ. അവിടെ LDFനെയും UDFനെയും തോൽപ്പിച്ച് നേരത്തെ NDA 2004 വിജയിച്ചിരുന്നു. അന്നും നിങ്ങൾ പറഞ്ഞിരുന്നു കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അടുത്ത വർഷം മുതൽ 10-100 താമരയോളം വിരിയും, നിയമസഭ വരെ ഞങ്ങൾ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു 2004. പിന്നെ ആ മണ്ഡലം തന്നെ ഇല്ലാതായി, ആ താമര അതോടുകൂടി അസ്തമിച്ചു. അതിനുശേഷം നേമത്ത് നിങ്ങൾ ജയിച്ചപ്പോഴും പറഞ്ഞു ചുറ്റുപാടുമെല്ലാം താമര അങ്ങനെ പടരാൻ പോവുകയാണ്, വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന്. ആ താമര കൊഴിഞ്ഞു വീണ് നമ്മൾ കണ്ടല്ലോ, നേമത്തിലെ അക്കൗണ്ട് തന്നെ പൂട്ടിപ്പോയത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15%-ലധികം വോട്ട് നിങ്ങൾ നേടിയപ്പോഴും ഇതേ വാദം നിങ്ങൾ ഉന്നയിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ അത് 12% കുറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവസാനത്തെ 11 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം വളരെ ശുഷ്കമാണ്. അത് 2004 ഉണ്ടായിട്ടുള്ളൂ, വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ചലനമാണ് ഉണ്ടായത്. ഇപ്പോൾ BJPക്ക് മൂന്നാമത് ഭരണത്തിൽ വരും എന്നുള്ള ഒരു പ്രതീതി ജനിച്ചപ്പോൾ ഒരു വോട്ട് കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിനെ കുറച്ച് കാണുന്നില്ല. ഞങ്ങൾ വലിയ രൂപത്തിൽ അത് പരിശോധിക്കും. കേവലമായിട്ടുള്ള ഒരു വാക്ക് എന്ന രൂപത്തിലല്ല, ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ കണ്ടെത്തും. ഗവൺമെന്റിനെതിരെ നടക്കുന്ന സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളെ ഞങ്ങൾ ചെറുക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ കണ്ടെത്തി, കാരണം കണ്ടെത്തി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും. ഒറ്റ കാര്യം ഞങ്ങൾ പറയാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ, ആ ചാനലിലെ പത്രലേഖകൻ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇത് നേരത്തെ ഞങ്ങൾ തൃശൂർ മണ്ഡലത്തിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ രാവിലെ ശ്രീ K മുരളീധരന്റെ ഓപ്പൺ ആയിട്ടുള്ള പ്രചരണം, റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരുന്നു. K മുരളീധരൻ 8 മണിക്ക് തന്നെ തൃശൂർ പട്ടണത്തിലെത്തി. 2-3 കോൺഗ്രസുകാരുടെ ബൈക്ക് മാത്രമാണ് വന്നത്. 10 മണി വരെ ഞങ്ങൾ കാത്തിരുന്നു, മാധ്യമങ്ങളും കാത്തിരുന്നു. 3-ാമതോ 4-ാമതോ ഒരു ബൈക്ക് വരാത്തത് കൊണ്ട് K മുരളീധരൻ തിരിച്ചുപോയി. ഇത് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് പ്രധാനപ്പെട്ട ഒരു ചാനൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം പബ്ലിഷ് ചെയ്യാണ്. ഇത് നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഞങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷമാണ്. അപ്പോ വളരെ അജണ്ട വച്ചുള്ള ഒരു പ്രവർത്തനം, അവിടെ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നും കോൺഗ്രസിന്റെ വോട്ട് BJPയിലേക്ക് ഒഴുകുമെന്നുള്ള ബോധ്യം ഉണ്ടായിട്ട് പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ മടി കാണിച്ച സാഹചര്യവും അതിനുശേഷം പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇടതുപക്ഷത്തെ തകർക്കാൻ പല ഘട്ടത്തിലും പല രൂപത്തിലുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമത്തെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച് തിരിച്ചു വന്ന ചരിത്രം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങൾ തിരിച്ചു വരുമെന്ന് മാത്രമല്ല, കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കും. എവിടെയാണോ കുറവ്, ആ കുറവ് കണ്ടെത്തി പരിഹരിക്കാനുള്ള ആർജവം എല്ലാ ഘട്ടത്തിലും കാണിച്ച പാർട്ടി എന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് അരുൺ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വോട്ട് ബാങ്കുകളുടെ മേഖലയിലും ഞങ്ങൾക്ക് വിജയമുണ്ടായ മേഖലയിലും BJPയോ കോൺഗ്രസോ മറ്റേതെങ്കിലും ചോദ്യം. ആ ശൈലി മാറണ്ടേ? ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നാൽ, നവകേരള സദസ്സിൽ എറിഞ്ഞതുപോലെ എറിഞ്ഞാൽ, അതിനുശേഷം പ്രചരണം സംഘടിപ്പിച്ചതുപോലെ പ്രചരിപ്പിച്ചാൽ ആ പന്ത് എങ്ങോട്ട് പോകുമെന്നതാണ് ചോദ്യം. ഏറ് മാറണ്ടേ? ദിശ മാറണ്ടേ? ഒറ്റ ഉത്തരമേ ഉള്ളൂ. 2019 123 സീറ്റിൽ പുറകിൽ പോയ മുന്നണി 2021 99 സീറ്റിൽ വിജയിച്ചു കയറിയത്. ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ച. ഞങ്ങൾ ചരിത്രം തിരുത്തി എഴുതിയത് തന്നെയാണ് അതിന്റെ മറുപടി. ഞങ്ങൾക്ക് കുറവുകൾ പരിഹരിക്കാൻ അതേപോലെ Debate with Arun Kumar.